കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതമൊക്കെ പറയും. കബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. പിന്നെ രണ്ടാമത് പെർഫ്യൂം പൂശ എപ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിട്ട് നിൽക്കുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിട്ട് നിൽക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള പറഞ്ഞു, നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാലുള്ള വിചാരത്തിന്റെ കുറ്റമാണ്. മൂന്നാമത്തേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണെ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ല. ജാഹിലിയ കാലഘട്ടത്തിലെ അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത്, അതേപോലെ പെണ്ണെ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ? പെരുന്നാളിന് ദിനം തന്നിൽ തകർനാടും ബിംബമേ, തകർനാടും ബിംബമേ. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ ചുറ്റും വന്നിട്ട് ഉടുതുണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിന്റെ വസ്ത്രവിധാരണത്തിൽ ശ്രദ്ധിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരൊറ്റ സഹോദരിമാരോട് പറയുകയാണ്. അറിയുമല്ലോ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂല് മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹിനെ കാണാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തുമ്പോഴേ ഒരു വല്ലാത്ത പൊട്ടിക്കരച്ചിൽ കേൾക്കാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്രേ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്. എന്റെ മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച നബിയെ, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, എന്താ നബിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇന്നലെ പാതിരാത്രി ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ വന്നിട്ട് എന്നെ മിഅ്റാജിന്റെ യാത്ര കൊണ്ടുപോയി. സപ്തവാനങ്ങളും താണ്ടി കിടന്ന് അള്ളാന്റെ മുമ്പിലെത്തി. അവിടെ ചെന്ന് ഞാൻ ഇത്തലഅത്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും കണ്ടുപോയി. അലിയേ ഇത്തലഅതു ഫിൽ ജന്നതി അക്സറു മിൻ ഉമ്മതി അൽ ഫുഖറാ. ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പാവങ്ങളെയാണ്. അലിയേ, ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളില്ലേ, തന്റെ ഭാര്യ ഓപ്പറേഷന് കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ കെട്ടിവെക്കാൻ പൈസ ഇല്ലാതെ തൊട്ടടുത്ത പെട്ടിപുരുഷ തമ്പുരാക്കന്മാരുടെ അടുക്കൽ വന്ന് മുതലാളി 1000 രൂപ കടം വേണമെന്ന് ചോദിക്കുമ്പോ എന്തുണ്ടടാ പകരം ഈട് വെക്കാനെന്ന് ചോദിച്ചിട്ടൊന്നുമില്ലാത്തവൻ പാവപ്പെട്ടവൻ കൈമലത്ത് നിൽക്കുമ്പോ അവന്റെ കുടിലിന്റെ ഉള്ളിൽ ചെന്നിട്ടവൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞ് ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് 1000-ന് 100 വെച്ച് വട്ടിപ്പലിശ മേടിക്കുന്ന പെട്ടിപുരുഷ തമ്പുരാക്കന്മാർ അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഞാൻ സ്വർഗ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ എന്നറിയോ? ഇത്തലഅതു ഫിന്നാരി അക്സറു മിൻ ഉമ്മതി അന്നിസാ.
നരകത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണല്ലേ. സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്റെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓരോ മാതാപിതാക്കളോട് രാവിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി 2 ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ തുണിയിടാതെ മക്കളെ പ്രായപൂർത്തിയാകാത്ത വായ മക്കളെ പറച്ചുവിടുന്ന ഓരോ മാതാപിതാക്കളും കേട്ടുകൊള്ളുക. വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു. യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ വയഖ്റുജു ഫീ ദുബരിഹാ വയലി ദിമാഉഹാ യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ. ആ പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീനാളങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാ. നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിന്റെ വായിലൂടെ പ്രവേശിക്കുകയാ. വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അതാ വയഖ്റുജു ഫീ ദുബരിഹാ, അവളുടെ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ. വായിലൂടെ കയറിയിട്ട് മലദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ ചൂട് കാരണത്താൽ വയലി ദിമാഉഹാ, അവളുടെ തല 2ആയി പൊട്ടിപ്പിളർന്നിട്ട് ആ തലക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും നുരയും പതയുമായിട്ട് വെളിയിലോട്ടൊഴുകുകയാ. വൽ മലായികത്തു യസ്ബൂനൽ ഹമീമ അലാ റഅസിഹാ, മലക്കുകൾ തിളച്ചു മറിയുന്ന ചീഞ്ചലം അവളുടെ മുഖത്തോട്ട് കോരിയൊടുക്കുമ്പോ അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരുകി താഴോട്ട് വീണിട്ട് എല്ലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുകയാ. മലക്കുകൾ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ട് അവളെ ആഞ്ഞു പ്രഹരിക്കുകയാ. റസൂലുള്ള പറഞ്ഞു, എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. വായിലൂടെ കയറിയ തീനാളങ്ങൾ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ റസൂലുള്ള ചോദിച്ചു, ജിബ്രീല് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഖുർആനിലെ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടിന്ന് തിരിച്ചു പോകണേ. ആ റസൂലുള്ളയോട് ജിബ്രീല് പറയുന്ന നബിയേ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? എന്ത് തെറ്റാ ചെയ്തേ? പെണ്ണുങ്ങയാ തെന്ന് ചെയ്തു പോയത്. അവള് വ്യഭിചരിച്ച പെണ്ണല്ല, അവള് മോഷ്ടിച്ച പെണ്ണുമല്ല, അവള് പലിശ മേടിച്ച പെണ്ണുമല്ല. പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റെന്താന്നറിയുമോ? റസൂലുള്ളയോട് ജിബ്രീൽ പറയുകയാണ്, നബിയേ, അല്ലതീ ലാ തസ്തുറു ശഅറഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പെണ്ണന്മാർ ഓർത്തുകൊള്ളണേ നബിയേ, ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? അല്ലതീ ലാ തസ്തുറു ശഅറഹാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമറക്കാത്ത പെണ്ണാണ് നബിയെ, തലമറക്കാത്ത പെണ്ണാണ്, തലമറക്കാത്ത പെണ്ണാ. ഏ പെണ്ണെ, കേവലം തലമറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന, വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന, സൗന്ദര്യം മുഴുവനും മേനിൽ കാട്ടി നടക്കുന്ന പെങ്ങള്, കൂടുതൽ ഞാൻ പറയണ്ടല്ലോ. നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ പെങ്ങള്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്. ആ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, നരകത്തിന്റെ ചൂടെന്താന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാസു വൽ ഹിജാറ. നാളെ നരകത്തിൽ വിറകിന് പകരം അള്ളാഹു ഉപയോഗിക്കുന്നത് കല്ലുകളെയാ. വിറകിന് പകരം നമ്മൾ വിറകിന് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിന് തീ കൊടുക്കുക. മക്കളെ, നരകത്തിന് കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, ഈ കിടക്കുന്ന കരിങ്കല്ല് ഇവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു തരാമോ? ഈ കല്ലിലൊന്ന് തീ പിടിച്ചിട്ട് തരാമോ? കാരണം ദുനിയാവിലെ തീ കൊണ്ട് കല്ലിന് തീ പിടിക്കില്ല. കല്ലിന് തീ പിടിക്കണമെങ്കിൽ, പ്ലാറ്റിനത്തിന് തീ
പിടിക്കണമെങ്കിൽ 900 ഡിഗ്രി സെൽഷ്യസ് വേണം, സ്വർണത്തിന് തീ പിടിക്കണമെങ്കിൽ 800 ഡിഗ്രി സെൽഷ്യസ് വേണം. പക്ഷേ കല്ലിന് തീ പിടിക്കണമെങ്കിൽ 1.5 ലക്ഷം കോടി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ. ഇല്ല, 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ എങ്കിൽ ആ കല്ലാണ് നരകത്തിലെ വിറക് കൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കഴിയോ? 100 ഡിഗ്രി സെൽഷ്യസിലെ പറയുന്ന ഒരു വെള്ളം നീ ഒന്ന് തൊടാൻ പറ്റാണ്. ആ വെള്ളം തിളയ്ക്കുന്ന പാത്രത്തിന്റെ വക്കിലൊന്ന് പിടിക്കാ, ഒരു തുണിയെടുത്തിട്ട് 8ആയിട്ട് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ പിടിക്കുന്ന പെങ്ങളെ, ഏറ്റവും കൂടുതൽ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ? നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു, ഈ ദുനിയാവിലെ തീയുടെ 70 ഇരട്ടി കാഠിന്യമാണ് നരകത്തിലെ തീക്ക്. വല്ലാതെ കാഠിന്യമുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ 70 ഇരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ, നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ തലമറക്കാത്ത പെണ്ണിന് നാളെ സ്വർഗ നരകത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്